ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അയൺ തവയായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് എങ്ങനെ ഒരു പുതിയ അയൺ തവ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും, മെഴുകി എടുക്കാൻ പറ്റും. ഇതിനകത്ത് കോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ മെനക്കെടാൻ ഭയങ്കര പാടല്ലേ, സമയമില്ല, എല്ലാവരും തിരക്കിലാണ്. പക്ഷേ നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഹെൽത്തിയാണ് അല്ലേ അയൺ തവ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തവ, ഈവൻ അലൂമിനിയം തവ ആയാൽ പോലും ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നോൺ സ്റ്റിക്ക് നല്ലതാണ്, നമ്മൾ ബ്രാൻഡഡ് വാങ്ങിക്കുമ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ കാര്യം, നമ്മളതിനെ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ടെഫ്ലോൺ കോട്ടിങ് റിമൂവ് ആയി പോകും. അത് നമുക്ക് ഭയങ്കര ഹാംഫുള്ളാണ് അതിനകത്ത് പിന്നീട് ഫുഡ് കുക്ക് ചെയ്യുന്നത്. നമ്മൾ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം അതിൻ്റേതായ കെയറിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യണം. പ്രത്യേക സ്പോഞ്ചുണ്ട്, അത് വെച്ച് തന്നെ അതിനെ ക്ലീൻ ചെയ്യാവുള്ളൂ. പിന്നെ തടിയുടെ സ്പൂണുണ്ട്, അതേ യൂസ് ചെയ്യാവുള്ളൂ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷേ അത് പെട്ടെന്ന് കേടായി പോകും. ഇപ്പോൾ ഏത് കാര്യമായാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന രീതി ഓരോന്നല്ലേ, ആ രീതിയിൽ ചെയ്താൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷേ അത് പെട്ടെന്ന് ചീത്തയായി പോകും. ഇപ്പം ബ്രാൻഡഡ് ആണെങ്കിൽ പോലും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പെട്ടെന്ന് ചീത്തയായി പോകും. അതിൻ്റെ ക്ലോട്ടിങ് ഒരു സ്ക്രാച്ചോ എവിടെയെങ്കിലും ഒരു ഡോട്ട് പോലെ ഇളക്കി തുടങ്ങിയാൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം പിന്നെ ചൂട് കൂടുന്നതനുസരിച്ച് അതിന് ഇളകിക്കൊണ്ടേയിരിക്കും, ആ കോട്ടിങ് ഇളകിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡിനകത്തൂടെ നമ്മുടെ ബോഡിയിലും വരും, നമ്മുടെ ബോഡിക്ക് അത് ഹാംഫുള്ളാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ തപ്പി നടന്നിട്ട് കിട്ടിയതാണ് അയണിൻ്റെ തവയ. ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ സ്റ്റിക്കറൊക്കെ ഇളക്കി കളയണം. ഈ സ്റ്റിക്കർ ഇളക്കി കളയാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഈ പാനൊന്ന് ചൂടാക്കിയാൽ ഇതിങ്ങനെ ഇളകി വരും. മൊത്തത്തിലൊന്ന് വെള്ളത്തിലൊന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ പുരട്ടി 2 ദിവസം വെച്ചേക്കണം. അതായത് ഫ്രണ്ടിലും ബാക്കിലും വെളിച്ചെണ്ണ പുരട്ടിയിട്ട് 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളത് ബാക്കി ക്ലീനിങ്ങിലോട്ട് പോവാം. ആദ്യം ഇത് ചെയ്യാം. ഇപ്പോൾ തവ ചൂടാക്കി നമ്മളിങ്ങനെ ഒന്ന് പിടിക്കുമ്പോഴത്തേക്ക് സ്റ്റിക്കറൊക്കെ ഇളകി വരും, കണ്ടല്ലേ? ഇത് കണ്ടില്ലേ, സ്റ്റിക്കറൊക്കെ നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട്. ആ പശ സൈഡ് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. നമ്മളത് സ്ക്രബ്ബറിട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഉരഞ്ഞു പോകുന്നതല്ലാതെ പശ മൊത്തത്തിൽ പോകത്തില്ല. ഇങ്ങനെ ചൂടാക്കി ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും, പശയൊന്നും നമ്മൾ ടിക്കത്തുമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 സൈഡിലും ഇത്തിരി വെളിച്ചെണ്ണ തേച്ച് 2 ദിവസം മാറ്റി വെച്ചേക്കാമേ. ഞാൻ എണ്ണ തൂത്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എൻ്റെ പിറകുവശത്ത് എണ്ണ തൂത്ത് വെക്കുക. തേച്ച് വെച്ച് 2 ദിവസം ആയിട്ടുണ്ട്. നമ്മൾ ഈ ടിഷ്യൂ വെച്ചൊന്ന് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഒരു സ്ക്രബ്ബർ സോപ്പ് ഇട്ട് ഈ ചട്ടി നന്നായിട്ട് കഴുകിയെടുക്കുക. നമ്മുടെ അയൺ തവ 2 ദിവസം എണ്ണ പുരട്ടി വെച്ചിട്ട് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ചൂടാക്കണം. സിമ്മിലിട്ട് വെച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കണം. കല്ലുപ്പുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, പരലുപ്പ്. അതിനകത്തുകൊണ്ട് നമ്മുടെ സാധാ ഉപ്പ് പൊടി എടുത്തിട്ട് നമ്മൾ സവാള 2ആയിട്ടൊന്ന് മുറിച്ചിട്ട് ഒരു ഫോർക്കിൽ കുത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കണം എല്ലാ ഭാഗത്തും. അതായത് നമ്മൾ മാക്സിമം പറ്റുന്ന രീതിയിൽ എല്ലാ മൂലയിലും എല്ലാ എഡ്ജിലും വരുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. ഒരു 15 മിനിറ്റ് ഇത് കണ്ടിന്യൂ ചെയ്യുക. 15 മിനിറ്റ് കണ്ടിന്യൂ ചെയ്യുമ്പോഴേക്കും നമുക്ക് സവാള ഒരുവിധം വാടും. അപ്പോൾ ആ ഒരു ഇത് തീരുന്നത് വരെ എല്ലാ എഡ്ജിലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഉപ്പെല്ലാം വെളിയിൽ പോകുന്നു, നമ്മളത്ര ഫോഴ്സ് കൊടുത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം ഒന്ന് അമർത്തി തന്നെ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഉപ്പെല്ലാം വെളിയിൽ പോകും. അപ്പോൾ ഒന്നും കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു 15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യണം. ആദ്യത്തെ ട്രിപ്പ് ഇത് ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നീട് രണ്ടാമതൊന്നും കൂടെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ് എന്തായാലും ഇതിങ്ങനെ ഉരച്ച് കൊടുത്താലേ കറക്റ്റ് അഴുക്ക് ഇളകി വരത്തുള്ളൂ കേട്ടോ. നല്ല ക്ലീൻ ആവും, വളരെ എളുപ്പമാവും. നമ്മൾ വേറെ എന്ത് ചെയ്താലും ഇത്ര പെട്ടെന്ന് ഇത് ക്ലീനാക്കി എടുക്കാൻ പറ്റത്തില്ല. പരലുപ്പാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ആ കോട്ടിങ് മാറുന്നത് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഒന്ന് കഴുകിയെടുത്ത് നോക്കിയാൽ വരെ നന്നായിട്ട് അറിയാൻ പറ്റും. കണ്ടിന്യൂസ് 15 മിനിറ്റ് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ അതിനിടയ്ക്ക് വെച്ചിട്ട് ഉള്ളി മൊത്തം വാടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്നാമത് ആദ്യമായിട്ട് ഒന്നുകൂടെ തുടങ്ങാം. ഇന്ന് 15 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാമേ. അപ്പോൾ ഇത് നമ്മൾ കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് നല്ലെണ്ണയൊക്കെ തേച്ച് 2 ദിവസം വെച്ചേക്കാം. അപ്പോൾ പെട്ടെന്ന് ദോശ ഇളക്കി കിട്ടും കേട്ടോ. ഒരിക്കലും കല്ല് ഡയറക്റ്റ് എടുത്ത് ചൂടാക്കരുത്. ഇത്തിരി എണ്ണ വെച്ച് തേച്ചതിന് ശേഷം ചൂടാക്കുക. അപ്പോൾ നന്നായിട്ടുള്ള ദോശ ഇളകി വരും. 1-2 വട്ടം ദോശ ചിലപ്പോൾ ചീറ്റിപ്പോകും, കാരണം ഒന്ന് പരുവായി വരട്ടെ കല്ല്, ആദ്യമായിട്ട് യൂസ് ചെയ്യല്ലേ. ശ്രദ്ധിക്കുക, നല്ലെണ്ണ തേച്ച് വെച്ചിട്ട് ചൂടാക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.